ഇതാണ് V3 എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സാമ്രാജ്യം. കൊട്ടാരക്കര ചെങ്ങമനാട് അരോമാടിത്തോത്തിന് സമീപമാണ് നമ്മുടെ സോമിലുള്ളത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് തേക്കും തടികൾ, ആഞ്ഞിലിത്തടികൾ, പ്ലാവ് മുതലായവ മിതമായ വിലയ്ക്ക് ലഭ്യമാണ്. ഇതാണ് നമ്മുടെ 50 വർഷത്തോളം പഴക്കമുള്ള തേക്കും തടികൾ. അപ്പം അതിൻ്റെ കട്ടൻസുകളാണ്. ഇപ്പം നമ്മുടെ V3 ടിമ്പേഴ്സ് ആൻഡ് സാമിൽ. നമ്മുടെ പ്ലാവിൻ്റെ ഗോഡൗണിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇതാണ് നമ്മുടെ പ്ലാവിൻ്റെ ഗോഡൗൺ. ഏകദേശം 1500 സ്ക്വയർ ഫീറ്റോളം നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഏകദേശം 24 ഇഞ്ച് മുതൽ 78 ഇഞ്ച് വരെയുള്ള പ്ലാവുകളുടെ ഫുൾ എറിച്ച പ്ലാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാതൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ തടിക്ക്. ഫുള്ള് ഇറച്ചെന്ന് വെച്ചാൽ ഈ ഒരു തുള്ളി വെള്ളം പോലും ഈ തടിക്ക് ഉണ്ടാവില്ല. കാരണം ഫുള്ള് കാതലായ തടികളാണ്. അതിൻ്റെ ഗോഡൗണാണ്. ഇത്രയും തടികൾ നമുക്ക് നിലവിൽ സ്റ്റോക്കുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ വണ്ണമുള്ള ആഞ്ഞിലികളൊക്കെ വരുന്നുണ്ട്. ഏകദേശം മുറിച്ച് കഴിഞ്ഞു. ഒപ്പം തന്നെ 80 ഇഞ്ച് 90 ഇഞ്ച് വണ്ണമുള്ള തേക്കും തടികളും വരുന്നുണ്ട് നമുക്ക്. അതിൻ്റെ ഒരു തടിയൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പാസ് എടുക്കുന്ന ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. ഇതാണിപ്പോൾ പുതിയ സ്റ്റോക്കുകൾ ഇവിടെ ഇറക്കിയിട്ടിട്ട് പോയതാണ്. നമ്മൾ അകത്തേക്ക് ലോഡിങ്ങാരെ കൊണ്ടുവന്ന് ലാട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സാമിൽ അറപ്പ് സെഷനിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിപ്പം കറണ്ട് പോയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിലവിൽ ജനറേറ്ററൊക്കെ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ ട്രാക്ടറാണ് തടി പിടിക്കാനും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. 25 വർഷം ഉണ്ടായ നമ്മുടെ സാരഥിയാണ്. സാമിൽ സെക്ഷനാണ് ഞങ്ങളുടെ മെയിൻ അറപ്പുകാരൻ. ഷിബു എന്നാണ് പുള്ളിയുടെ പേര്. പത്തനാപുരം. ഇത് ഞങ്ങളുടെ 50 വർഷം പഴക്കമുള്ളൊരു പഴയ ചരക്കാണിത്. മിസ്റ്റർ റഹീം. അല്ല, അതെ. കാലങ്ങളായിട്ടുള്ള പിതാവിനാണ് ഇത് മെയിനായിട്ട് നടത്തിക്കൊണ്ടുവന്നപ്പം കാലശേഷം ഞാൻ വീണ്ടും ഇതിലേക്ക് എത്തിക്കുകയാണ്. നമുക്കിവിടെ അറപ്പ്, ബാൻസ, റീസ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പം നമ്മുടെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാട്ടിത്തരുന്നത്. കാരണം പോന്നാലും നിങ്ങൾക്ക് കറി അറക്കാനും എടുക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് സെമി ഓട്ടോമേറ്റഡ് മെഷീൻസാണുള്ളത്. നിങ്ങളുടെ നമ്മൾ തടി ഇറക്കുന്ന നമ്മൾ കറിയിറക്കി പൈസാക്കി ഉൾപ്പെടിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ചെടികളെല്ലാം തന്നെ നമുക്ക് അത് കൂടാതെ നമുക്ക് വേറെ സെക്ഷൻ കൂടുണ്ട്. അതായത് നമ്മുടെ പ്ലെയിനിങ് സെക്ഷനാണ്. ഇന്നിപ്പം അത് അറുത്തതിന് ശേഷം മാത്രമേ ചെയ്യുകയൊക്കെ ഉള്ളതിനാലാണ് ഒഴിഞ്ഞിടക്കുന്നത്. കൂടാതെ നമുക്ക് നമ്മുടെ കാർപ്പൻട്രി സെക്ഷനാണ്. കട്ടട, ജനല് മുതലായവ നമുക്ക് ഓർഡർ അനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കും. കാരണം കാലങ്ങളായി നമ്മൾ ചെയ്തു വരുന്നൊരു ഇതാണ് നമ്മുടെ കാർപ്പൻട്രി സെക്ഷനാണിത്. കട്ടട, ജനല് മുതലായവ നമുക്ക് ഓർഡർ അനുസരിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു അട്രാക്ഷൻ. ഇവിടെയും നമ്മൾ പ്ലാവും തടികൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് തടികളെല്ലാം തന്നെ കാതുള്ളൂ മാത്രമുള്ള പ്ലാവ് തടികൾ മാത്രമാണിത്. ഇതാണ് നമ്മുടെ ബാൻസ സെഷൻ. നമ്മുടെ സോമില്ലിൻ്റെ ഓഫീസാണിത്. കൂടാതെ ഈ ഒരു സ്ഥാപനം വർഷങ്ങളായി എൻ്റെ പിതാവ് നടത്തി വന്ന സ്ഥാപനമാണിത്.
ആ ഇതാണ് നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാലങ്ങളായി, ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ എൻ്റെ പിതാവിൻ്റെ ഒരു 50 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഏകദേശം ഞാനൊരു കഴിഞ്ഞ 30 കൊല്ലമായി കൂടെയുണ്ട് ഇരുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ മരണശേഷം നമ്മൾ വീണ്ടും ഈ പ്രസ്താവന എനിക്ക് തരുമ്പോൾ അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഈ തടികളെല്ലാം നമ്മൾ റീസ്റ്റോർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇനിയുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പം V3 എൻ്റർപ്രൈസസ് നമ്മൾ പുല്ലൂർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അവിടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അവിടെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ സോമിലിൽ ഇനി അപ്ഡേഷൻ നടക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടക്കണം. അപ്പം അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തടികളെല്ലാം മുറിച്ച് കഴിഞ്ഞു, ഏകദേശം തടികളെല്ലാം എടുക്കാറായി. അപ്പം അതിൻ്റെ പരിപാടികൾ നടക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഏവരെയും സഹകരണം ഞാൻ ഈ V3 ടിമ്പേഴ്സ് ആൻഡ് സാമിലും പ്രതീക്ഷിച്ചോളുന്നു. നന്ദി, നമസ്കാരം.